ക്രിക്കറ്റ് എന്നൊരു കളിയിൽ തികഞ്ഞ സമാധാനവും ആത്മവിശ്വാസവും കൊണ്ട് ഇടം പിടിച്ച മഹാനായ നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി. ജാർഖണ്ഡ് എന്നൊരു ചെറു പട്ടണത്തിൽ നിന്ന് വരുന്നതും തനത് പരമ്പരാഗത രീതികൾക്ക് പകരം സ്വന്തം രീതിയിൽ കളിയെ ആസ്വദിച്ചതുമായ ധോണി ഇന്ത്യയുടെ ക്യാപ്റ്റൻസിയുടെ മനസ്സ് മാറ്റിയ അതുല്യ വ്യക്തിത്വമാണ്. ക്യാപ്റ്റൻ കൂൾ എന്ന പേര് നേടിയ ധോണി പ്രതിസന്ധി നേരിടുമ്പോൾ കാണിച്ച ആശ്വാസകരമായ ശാന്തത ക്രിക്കറ്റ് ലോകം കൈയടിച്ച ഒരു മികവാണ്. 2007 2020 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2011 ചാമ്പ്യൻഷിപ്പ് ട്രോഫി എന്നീ കിരീടങ്ങൾ നേടിയ ഏക ഇന്ത്യൻ ക്യാപ്റ്റനായി ചരിത്രത്തിൽ അദ്ദേഹം ഇടം നേടി. ഫിനിഷർ എന്ന നിലയിലും ധോണിയുടെ അവസാനം നേടുന്ന ആ കാട്ടുതീ പന്തുകൾ എന്നും കാണികളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. വിക്കറ്റ് കീപ്പിംഗിന്റെ കരകൗശലത്തിൽ പുത്തൻ അളവുകൾ നിർവചിച്ച് ധോണി പെട്ടെന്നുള്ള സ്റ്റംപിങ്ങുകളും കൃത്യമായ ത്രോകളും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിലുള്ള കീപ്പർമാരിൽ ഒരാളായി മാറി. അദ്ദേഹത്തിന്റെ നിശബ്ദമായ നേതൃത്വം ടീമിന്റെ മനോഭാവം ഉയർത്തിയെടുത്തതും താരങ്ങളുടെ കഴിവുകൾ കണ്ടെത്തിയതും ഇന്ത്യക്ക് നവജീവനം നൽകിയിരുന്നു. ക്രിക്കറ്റ് മാന്യനായ ഗെയിമാണെന്നതിന്റെ പൂർവ്വ വ്യാഖ്യാനമാണ് ധോണി. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, കളിയെക്കുറിച്ചുള്ള ആഴമുള്ള അറിവ്, ഏകാഗ്രത, സമർപ്പണം ഇവയെല്ലാം ഇന്ന് ഓരോ യുവതാരത്തിനും മാതൃകയാണ്. കളിയെ വിടുകയുമെങ്കിലും ആരാധകരുടെ ഹൃദയങ്ങളിൽ അമരിക്കുകയും ചെയ്ത ധോണി എക്കാലത്തെയും വിജയ കഥകളിൽ ഒന്നാണ്. IPL മാത്രമാണ് MS ധോണി ഇപ്പോൾ കളിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റുകളിൽ നിന്നെല്ലാം വിരമിച്ചിട്ടും താരം ചെന്നൈ സൂപ്പർ കിങ്സിൽ മാത്രം തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ IPL അവസാന സീസൺ ആണോ ഇത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ചെന്നൈ നായകൻ MS ധോണി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 സീസണിൽ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ നടന്ന മത്സരത്തിൽ MS ധോണി നയിക്കുന്ന ചെന്നൈ 2 വിക്കറ്റിന് ജയം സ്വന്തമാക്കി. ധോണിയുടെ മിന്നൽ സ്റ്റംപിങ്ങും ഒരു സൂപ്പർ സിക്സറും കാണാൻ സാധിച്ചതോടെ CSK ആരാധകർ സന്തോഷത്തിലാണ്. അതേസമയം തന്റെ വിരമിക്കൽ അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ചെന്നൈ നായകൻ. 2026 IPL സീസൺ ചെന്നൈക്കായി കളിക്കാൻ MS ധോണി ഉണ്ടാകുമെന്നും അതല്ല ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആണ് എന്ന് തുടങ്ങിയ അഭ്യൂഹങ്ങൾ നിറഞ്ഞിരുന്നു. എന്നാൽ അതിനുള്ള മറുപടി ഇപ്പോൾ MS ധോണി തന്നെ നൽകുകയാണ്. ധോണിക്ക് ലഭിച്ച സ്നേഹവും വാത്സല്യവും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. തനിക്ക് 43 വയസ്സായി. താൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. തന്റെ അവസാന വർഷം എപ്പോഴാണെന്ന് അറിയില്ല എന്നും ധോണി പറഞ്ഞു. വർഷത്തിൽ 2 മാസം മാത്രമേ കളിക്കാറുള്ളൂ എന്നത് വസ്തുതയാണ് എന്ന് കൂട്ടിച്ചേർത്ത ധോണി ഈ IPL കഴിഞ്ഞാൽ ശരീരത്തിന് ഈ തരത്തിലുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയുമോ എന്ന് കാണാൻ താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിരമിക്കൽ തീരുമാനിക്കൽ ഒന്നുമില്ല എന്നും പക്ഷേ എല്ലായിടത്തും ലഭിക്കുന്ന സ്നേഹവും വാത്സല്യവും മികച്ചതാണെന്നും ധോണി പറഞ്ഞു. ഇതോടെ വിരമിക്കൽ സംശയങ്ങൾക്ക് ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കൊൽക്കത്തയുടെ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചുവെങ്കിലും കൊൽക്കത്തയുടെ ഓപ്പണർമാർക്ക് അതിന് സാധിച്ചില്ല. ഇതൊരു പടുകൂറ്റൻ സ്കോർ ഉയർത്താമെന്ന് കൊൽക്കത്തയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. കൊൽക്കത്തയുടെ നായകൻ അജിൻക്യ രഹാനെയാണ് കൊൽക്കത്തയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. 33 പന്തിൽ 48 റൺസാണ് താരം സ്വന്തമാക്കിയത്. നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് നേടി കൊൽക്കത്ത മുന്നോട്ട് വെച്ച ലക്ഷ്യം 2 പന്ത് ബാക്കി നിൽക്കെ ചെന്നൈ മറികടന്നു. ചെന്നൈക്കായി ഇറങ്ങിയ പുതിയ താരം ഉർവിൻ പട്ടേലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 11 പന്തിൽ 31 റൺസ് നേടാൻ സാധിച്ചു. 4 സിക്സറുകളാണ് താരം കഴിഞ്ഞ ദിവസം പറത്തിയത്.